പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ കുറേ ഓഫ് സീസൺ കഴിഞ്ഞ് ഏതാണ്ട് ഓണം അടുപ്പിച്ചായപ്പോഴാണ് ശരിക്കും ഓടാൻ തന്നെ ഇറങ്ങിയത് തന്നെ. അതിന് മുന്നേയൊക്കെ ഡെയിലി ഇറങ്ങും. വലിയ ഓട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ CNG അടിച്ച് കളയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങത്തില്ല. ഏതാണ്ട് ഒരു 10-15 ദിവസത്തോളം ആയി ഞാൻ നേരെ ഓടിയിട്ട് തന്നെ. ഇപ്പം ഇന്നത്ര തീയതി ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച ദിവസം. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണിക്ക് ഇറങ്ങിയതാണ്. 4 മണിക്ക് ഇറങ്ങി ആദ്യത്തെ ഓട്ടം അടിച്ചത് തന്നെ 5 മണിക്ക്. ആദ്യ ട്രിപ്പ് തന്നെ കോമഡി ആയിരുന്നു. അത് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് തമ്പാനൂർ പോകാനായിരുന്നു. അപ്പോൾ അതെടുത്തെല്ലാം കഴിഞ്ഞ് ഇപ്പം സമയം 10:45. കോവളം സൈഡിലാണ് നിൽക്കുന്നത്. ഒരു പൂവാറ് കിട്ടിയായിരുന്നു. പൂവാറ് കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ വരുന്ന വഴിക്ക് ആനന്ദാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ തുടങ്ങി. അവിടെ കഴിക്കാൻ വന്നു. ഇന്നലെ ആണെങ്കിൽ ഒരു പാസ് എടുത്തതാണ്, ഓട്ടോമാറ്റിക് പാസ് ആയതാണ് 24 hours. അതിപ്പം തീരും, 11:30 ആകുമ്പോൾ തീരും. ഇതുവരെ ഓടിയത് 1539 കേട്ടോ. അപ്പോൾ ഫുഡും കഴിച്ച് ഇനി നേരെ നമ്മൾ LJയിൽ പോകണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഒരു ഡാഷ് ക്യാം അത്യാവശ്യമാണെന്ന്. നല്ല ബെസ്റ്റ് ആണ് ഞാൻ നോക്കുന്നത്. വില നോക്കാറില്ല മിക്ക കാര്യത്തിലും, പ്രത്യേകിച്ച് വണ്ടിയുടെ കാര്യത്തിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ വില നോക്കാറില്ല. ഡ്രസ്സ് കാര്യങ്ങളിൽ മാത്രം അതൊന്നും നോക്കില്ല. എനിക്ക് ആകെ ഞാൻ കുറച്ച് കാശ് ചിലവാക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ്, ക്യാമറ ആക്സസറീസ്, അതൊക്കെയാണ് ഞാൻ എൻ്റെ ചെറിയ ചിലവുകൾ. ചെറിയ ചിലവെന്നല്ല, ഏറ്റവും കൂടുതൽ കാശ് മുടക്കുന്നത്. മൊബൈലിന് നല്ല കാശ് മുടക്കും, വണ്ടിയിൽ കാശ് മുടക്കും, വേറെ ഒന്നിലും അധികം മുടക്കാറില്ല. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ സ്റ്റീരിയോ എല്ലാം ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. വച്ച സമയത്ത് ബഡ്ജറ്റ് കമ്മിയായതുകൊണ്ട് നമ്മൾ അത് മതിയായിരുന്നു. പിന്നെ നമ്മുടെ ഇത് അനുസരിച്ച് നമ്മൾ മാറ്റണമല്ലോ, നമ്മുടെ ഉപയോഗം അനുസരിച്ച് ഓരോന്നും അപ്ഗ്രേഡ് ചെയ്യണം. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് പഴയത് മാറ്റി കംപ്ലൈൻ്റ് ആയിട്ടാണോ? കംപ്ലൈൻ്റ് ഒന്നും അല്ല. ഇത് നമ്മുടെ നാവിഗേഷൻ ഇപ്പോൾ യൂസേജ് കൂടുതലായതുകൊണ്ട് അതിന് വേണ്ടിയാണ് നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ക്യാപ്സ് ലോക്കിൻ്റെ ബ്രാൻഡ് കണ്ട് നമ്മൾ അതിൽ വീണു. നല്ല അടിപൊളി സാധനം, വെച്ചതിൽ മുതലാണ് കേട്ടോ ഈ സാധനം. കാശ് കൊടുത്തതിൽ ഒരു നഷ്ടമില്ല. ഫോണിൻ്റെ ഉപയോഗം അപ്പം തന്നെ നമ്മൾ ഡ്രൈവിങ്ങിൽ കുറഞ്ഞു. പോകുന്നത് ഇപ്പം LJയിലോട്ടാണ്. പോകുന്ന വഴിക്ക് LJയിൽ ഡാഷ് ക്യാം, ക്യാപ്സ് ലോക്കിൻ്റെ തന്നെ ഡാഷ് ക്യാം, ഓൾറെഡി ഒരു ഡാഷ് ക്യാം ഉണ്ടായിരുന്നു ക്യാപ്സ് ലോക്കിൻ്റെ തന്നെ. അത് സ്റ്റാർട്ടിങ് റേഞ്ച് ആയിരുന്നു. അതിൽ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞാൽ സാധാ ഡാഷ് ക്യാമിനേക്കാളും കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ക്യാപ്സ് ലോക്കിൽ വരുമ്പോൾ. അതിനേക്കാളും കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടുതലായിട്ടുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഈ സാധനം നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം വീഡിയോ പകുതിയിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഓടിയത് 539 കേട്ടോ വെള്ളിയാഴ്ച. ഇനി ബാക്കി ഉച്ചയ്ക്ക് ശേഷം ഓടാം. ഇന്ന് എന്തായാലും നല്ല രീതിയിൽ ഓടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഇത് ലോഗോ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം എന്നൊരു പേജിൽ നിന്നാണ് കേട്ടോ. ഫ്ലൂറോ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇത് നമുക്ക് കസ്റ്റം ചെയ്ത് നമ്മുടെ പേരോ നമ്മുടെ വണ്ടി നമ്പറോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഒത്തിരി പേര് ഓരോ ക്വസ്റ്റ്യൻസ് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞാൽ യൂബറിലോട്ട് ഇറങ്ങുമ്പം ഏത് വണ്ടി ചൂസ് ചെയ്യണമെന്നുള്ളത്.
ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിൽ അത് തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഒരു 3 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം ഒരു 7 സീറ്ററാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഒരു മാസം ഒരു 20 രൂപ 25 രൂപയുടെ അകത്ത് EMI വരും. അത് നിങ്ങൾക്ക് അടച്ചു പോകാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അതല്ല അതിൻ്റെ താഴെയാണ് നിങ്ങളുടെ ഇൻകവും എല്ലാം നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ഡിസയറോ അല്ലെങ്കിൽ വാഗണറോ നിങ്ങളുടെ ഇതില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ കാശ് നിങ്ങളാണ് വണ്ടി ഓടിക്കുന്നത്, നിങ്ങളുടെ കംഫോർട്ട്, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ച് വേണം നിങ്ങളിത് ചൂസ് ചെയ്യാനുള്ളത്. നാളെ ഒരു കാലത്ത് ഞാൻ പറഞ്ഞിട്ട് ഇത്രയും വലിയ വണ്ടി എടുത്തിട്ട് ഓട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് നേരെ ചോദിക്കും, ഞാൻ പിന്നെ ഉത്തരം പറയേണ്ടി വരും. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതിലൊന്നും ഇടപെടാറില്ല. അപ്പോൾ കഴിവതും നിങ്ങൾ വണ്ടികൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു ഇതുണ്ടാവണം ചൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഏതായിരിക്കും ഓക്കെ ആയിരിക്കും, അത് കിട്ടിയാൽ അടഞ്ഞു പോവുമോ, നിങ്ങൾക്ക് വേറെ ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു കുറച്ചുകൂടെ ഹയർ എൻഡ് വണ്ടികൾ ചൂസ് ചെയ്യാം. കുറച്ച് കംഫോർട്ടിനും പാക്കേജിനൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത് മൊത്തത്തിൽ പൊതുവേ പറയുന്നതാണ് കേട്ടോ. പാക്കേജിനൊക്കെ ആണെങ്കിൽ കൂടുതലും കംഫോർട്ട് എർട്ടിഗയോ അല്ലെങ്കിൽ ഡിസയറോ മിനിമം എടുക്കുക. അല്ലാതെ ചെറിയ വണ്ടി എടുത്താൽ പാക്കേജ് കിട്ടത്തില്ല, അത് ഞാൻ ഉറപ്പ് പറയാം. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് വെച്ച് നിങ്ങൾ വണ്ടി ചൂസ് ചെയ്യുക. ദയവ് ഇത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കരുത് ഏത് വണ്ടി എടുക്കട്ടെ എന്നുള്ളത്. അതിന് ഞാൻ ഉത്തരം പറയത്തില്ല. കാരണം ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളാണ് ഓടുന്നത്. ചിലപ്പോൾ എനിക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനമായിരിക്കുമല്ലോ ഇപ്പോൾ വലിയൊരു വണ്ടി ഓടണവനെ. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് പുറത്തുള്ള ഓട്ടം കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് നോക്കണം. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നാളെ ഒരു സ്റ്റേജിൽ ഓട്ടം ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അവിടെ വന്ന് പെട്ടുപോകും, ലോണൊന്നും അടയ്ക്കാൻ പറ്റുക. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി കണ്ട് വേണം നിങ്ങൾ ഇത് ചൂസ് ചെയ്യാൻ വേണ്ടി. യൂബറിലായിട്ട് വണ്ടി ഇറക്കുന്നവരെ ഞാൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കത്തില്ല. യൂബറിന് വേണ്ടി ഒരു 7-8 ലക്ഷത്തിന് മുകളിൽ വണ്ടികൾ ഇറക്കുന്നവരോട് എനിക്കൊരു ഇതും പറയാനില്ല. കാരണം അവർ അനുഭവിക്കുള്ളത് അവർ അനുഭവിക്കും. ഓട്ടം ഇല്ലാത്ത സമയത്തൊക്കെ CC എങ്ങനെ അടയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കഴിവതും ഊബറിൽ മാത്രം പ്രതീക്ഷിച്ച് ഇറങ്ങുന്നവരാണെങ്കിൽ ദയവീത് വലിയ ബാധ്യതകളൊന്നും തലയിലെടുത്ത് വയ്ക്കാതിരിക്കുക. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. ദയവീത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അങ്ങനെ ചോദിക്കുന്നത് നിർത്തുക. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, എനിക്കതിൽ ഉത്തരമില്ല. നിങ്ങളുടെ കാര്യങ്ങളാണ് അതൊക്കെ. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ബാക്കി വിശേഷം നമുക്കിനി ഇത് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഇത് സ്ഥിരമായിട്ട് വരുന്ന കമൻസാണ്. ഞാൻ എന്ത് ചെയ്യട്ടെ, ഞാൻ എന്ത് മറുപടി പറയാനാണ് അതിൽ? നിങ്ങൾക്കല്ലേ അത് എല്ലാം അറിയാൻ പറ്റുള്ളൂ. ഈ ഓഫ് സീസണിൽ എനിക്ക് ഓട്ടം ഭയങ്കര മോശമായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിക്കവർക്കും ഓട്ടം കൂടുതലായിരുന്നു. അപ്പം എനിക്ക് ഓട്ടം ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യം വെച്ച് എനിക്കറിയത്തില്ല. ഞാൻ 1500 രൂപയ്ക്ക് ഓടുന്നുള്ളതെന്ന് പറയുമ്പോൾ കമൻറ്റ് ബോക്സിൽ ഒത്തിരി പേരൊന്നും എന്നെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അത് ഇവൻ നീ ഈ സമയത്തിന് ഇറങ്ങാത്തതുകൊണ്ടാണ്, മറ്റേതാണ് മറിച്ച. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് ഓടണോണ്ട് നമുക്കറിയാം അതെന്താണ് കാര്യങ്ങളൊക്കെ. ഇപ്പം വന്ന് കമൻറ്റ് ബോക്സിൽ ചീത്ത വിളിക്കുന്നതും അതെല്ലാം പുതിയ പയ്യന്മാരാണ്. ഇവന്മാർക്കൊക്കെ ഊബർ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാഭത്തിലുള്ള ട്രിപ്പുകൾ കൊടുക്കും. അതേ സമയം നമുക്കത് കിട്ടത്തില്ല. ഇവന്മാർ അതും വെച്ചാണ് ഓട്ടം ഉണ്ടെന്ന് ആദ്യത്തെ 2-3 മാസമൊക്കെ നല്ല രീതിയിൽ പുതിയതായിട്ട് ഇറങ്ങുന്നവന്മാർക്ക് ഓട്ടം കൊടുക്കും. മാക്സിമം അവരെ പിടിച്ച് ഇതിൽ തന്നെ ഇടാൻ വേണ്ടി. ഇതിൽ കിടന്ന് പെടുത്തി അവന്മാർക്ക് അതിൻ്റെ സുഖം അറിഞ്ഞു കഴിയുമ്പോൾ കൊണ്ട് നമ്മളെപ്പോലെ തന്നെ ഇവിടെ ഇട്ടിരിക്കും. പിന്നെ അവന്മാർക്ക് ഇഴഞ്ഞ് ഓട്ടം കൊടുക്കുകയുള്ളൂ. ആദ്യത്തെ ഇത് കണ്ടിട്ട് ആരും വിചാരിക്കരുത് ഊബർ ഭയങ്കര ലാഭമാണ്. അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ്. അതും കൂടെ മനസ്സിൽ വയ്ക്കുക. ആവശ്യമുള്ളവർ ഇത് കേൾക്കുക, ഇല്ലാത്തവർ നിങ്ങളുടെ ഇഷ്ടം. ഇതിൽ ഇറങ്ങാനോ ഇറങ്ങണ്ടെന്നോ ആരെയും ഞാൻ ഒന്നും പറയാറില്ല. ബ്രോയുടെ വീഡിയോ കണ്ടിട്ടാണ് ഇത് ഇറങ്ങുന്നത് അങ്ങനെ ഒരിക്കലും പറഞ്ഞു വരരുത്. എനിക്ക് അതിനോട് കേൾക്കണതേ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇതിൽ ആരെയും ജോലി പ്രോത്സാഹിപ്പിക്കാനൊന്നല്ല ഈ വീഡിയോ ഇടുന്നത് തന്നെ. ഇത് എൻ്റെ ഒരു പാഷനായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതിൽ നല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുക, ഇല്ലാത്തതാണെങ്കിൽ അങ്ങ് കളയുക. അത്രേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ. മാക്സിമം ഇതല്ലേ ഓരോ ഇതെന്നല്ല, ഏത് ജോലിയിൽ പോയാലും അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ പോരായ്മകൾ മെയിനായിട്ട് നോക്കണം. ആദ്യം അതിൻ്റെ ലാഭം കാര്യങ്ങളെല്ലാം നോക്കാനുള്ളത്. നമ്മൾ അതിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കാൻ, നമുക്ക് എന്തൊക്കെ അടികൾ കിട്ടാൻ സാധ്യതയുണ്ട്, അതെല്ലാമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ആദ്യമേ നമ്മളൊരാൾ ഇപ്പം 2000 രൂപ ഉണ്ടാക്കി അത് വെച്ചല്ല കൂട്ടാനുള്ളത്. ആ 2000 ഉണ്ടാക്കിയെങ്കിൽ അതിൽ എത്ര രൂപ ചിലവ് വരുന്നു, മിച്ചം എത്ര രൂപ വീട്ടിൽ കൊണ്ടുപോകുന്നു, അതാണ് നമ്മൾ ആദ്യം നോക്കാനുള്ളത്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് കേട്ടോ. ഈ 2000-3000 രൂപയ്ക്ക് ഓടി 90,000 നമ്മളിതിന്ന് ഒരു മാസം സമ്പാദിക്കും എന്നല്ല നോക്കാനുള്ളത്. അങ്ങനത്തെ കുറേ മണ്ടത്തരങ്ങൾ ഓരോരുത്തർ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നും പറയാനില്ല. ഇത്രയും
വെളിവില്ലാത്തവരുടെ അടുത്തൊന്നും ഞാൻ ഇനി എന്ത് പറയാനാണ്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടൊക്കെ നിങ്ങൾ ഇറങ്ങുക, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇറങ്ങുക. ദൈവീയത എൻ്റെ പേര് ഇതിൽ വലിച്ച് ഇടരുത്. എന്നെ കണ്ടിട്ടാണ് ഇറങ്ങിയത് എന്നൊക്കെ ഉള്ളത് സൂക്ഷിച്ചും കണ്ട് നമ്മൾ ഇതിലിറങ്ങുക. ഏതിൽ ഇറങ്ങിയാലും ഒരാളെ കണ്ടിട്ട് ആരെ ഇറങ്ങിയെന്നോ അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ടാവണം. മറ്റുള്ളവരുടെ നിലപാട് അതല്ല നിങ്ങൾ സ്വീകരിക്കാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിഗതയും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്ക് ഇപ്പോൾ തമ്പാനൂരിൽ നിന്നാണ് എനിക്ക് പൂവാറ് കിട്ടിയത്. 750 രൂപയാണ് എനിക്ക് കിട്ടിയത്, 30 കിലോമീറ്റർ. നിങ്ങളത് ചിന്തിക്കണം. എന്നിട്ട് ആ 30 കിലോമീറ്ററാണ് നമുക്ക് ലാഭമല്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു പൂവാറിനൊക്കെ മിനിമം 1200 തൊട്ട് 1500 വരെ പുറത്തുള്ള ടാക്സി മേടിക്കുന്നുണ്ട്. കാരണം തിരിച്ച് റിട്ടേണും കൂടെ നമുക്കത് കിട്ടത്തില്ല. ഇതായിപ്പം കണ്ടോ, ചില സമയത്ത് നമുക്ക് അവിടെ നിന്ന് റിട്ടേൺ കിട്ടും, ചില സമയത്ത് നമുക്കത് കിട്ടത്തില്ല. നമ്മൾ അത്രയും ദൂരം തിരിച്ച് ഓട്ടം കിട്ടുന്ന ഇടം വരെ നമുക്ക് കാലി അടിച്ച് വരേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടം കിട്ടിയില്ലെങ്കിൽ നമുക്ക് 60 കിലോമീറ്ററാണ് നമുക്ക് ആ 750 രൂപ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൽ തന്നെ ചിലവ് വരും. ആ 60 കിലോമീറ്റർ നമ്മൾ CNG ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലവ് വരുന്നത് എത്രയാണ്? 25-40, ഏതാണ്ട് 2.5 കിലോ CNG നമുക്ക് ചിലവാകും. 2.5 തൊട്ട് 3 കിലോ വരെ CNG ചിലവാകും. 3 കിലോ CNG എന്ന് പറയുമ്പോൾ 750-ൽ 270 രൂപ നമുക്ക് ചിലവാകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനുള്ളത്. നമുക്ക് കിട്ടുന്ന കാശ് മാത്രമല്ല നോക്കാനുള്ളത്. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് EMI എങ്ങനെയാണ് അടഞ്ഞു പോകുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് കൊണ്ട് അടച്ച് പോകാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വണ്ടിയാണോ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അതും കൂടെ പറയുകയാണ്. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് യൂബറുമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞുതരാം. അല്ലാതെ ബാക്കിയുള്ളതൊന്നും വണ്ടികളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞാൽ, ലോണിൻ്റെ സപ്പോർട്ട് വേണോ അതെല്ലാം ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യണമെന്നൊക്കെ. അല്ലാതെ ഏത് വണ്ടിയാണ് ചൂസ് ചെയ്യാനുള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് വേണം നിങ്ങളത് എടുക്കാൻ. ഓരോ വണ്ടിക്കും ഓരോ ചിലവുകളും കൂടുതൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി കണ്ടും വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന ഡാഷ് ക്യാമ ക്യാപ്സ് ലോക്കിൻ്റെ 4K അൾട്രാ വിഷൻ ഡുവോ, ഇതാണ് ഈ മോഡലാണ് വയ്ക്കുന്നത്. ഇതിൻ്റെ സ്പെക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 512 GB വരെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും. ഇൻബിൽട്ട് മെമ്മറി കാർഡ് ഇതിൽ വരത്തില്ല ഈ സാധനത്തിൽ. അത് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളിലും അങ്ങനെയാണ്, നമുക്ക് മൊബൈലിൽ ചാർജർ വരാത്ത പോലെ. പിന്നെ ഇതിലുള്ള ഫീച്ചേഴ്സ് പറഞ്ഞാൽ വൈഫൈ ആണ്, UHD 4K സപ്പോർട്ട് ചെയ്യും. ഫ്രണ്ട് ബാക്ക് വരുന്നത് 2K ആണ്. പിന്നെ HD നൈറ്റ് വിഷൻ 170 ഡിഗ്രി വരെ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും. അത് നല്ലൊരു കിടിലൻ സംഭവമാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഔട്ട്പുട്ടെല്ലാം ഞാൻ വഴിയെ ഓരോ വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് കുറേ ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ സ്പീഡ് കാണിക്കും, സ്ഥലം കാണിക്കും, അങ്ങനത്തെ കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. ചെറിയ കൊല്യൂഷൻ ഇതൊക്കെ അത് ഡിറ്റക്റ്റ് ചെയ്യും. അത് നമുക്ക് ഫ്രീക്വൻസി എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ നിരവധി ഫീച്ചേഴ്സ് അതെല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ആപ്പിൽ കൂടെയാണ്. 3.2 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബാക്കി വച്ചിട്ട് ഇതിൻ്റെ കഥ കാണാം. അപ്പോൾ നമ്മളെ ഡാഷ് ക്യാമ നമ്മൾ വെച്ചായിരുന്നു കേട്ടോ. ഡാഷ് ക്യാമ നമ്മൾ ക്യാപ്സ് ലോക്കിൻ്റെയാണ് വച്ചിരിക്കുന്നത്. ഇത് ഫ്രണ്ട് വരുന്നത് 4K HD ആണ്, ബാക്ക് വരുന്നത് 2K ആണ്. പിന്നെ ഇത് ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി വണ്ടി ഓട്ടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് ക്യാമറ വരുന്ന ഇതാണ് കേട്ടോ. ഗ്ലാസ് ഒന്ന് തുടയ്ക്കണം, ഇവിടെ എല്ലാം നല്ല ഇതുണ്ട്, നല്ല രീതിയിൽ തുടയ്ക്കണം. ഇവിടെയാണ് ബാക്ക് ക്യാമറ ഇരിക്കുന്നത്. ഫ്രണ്ട് വരുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഇതാണ് കേട്ടോ. ബാക്കി ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി എല്ലാം നമുക്ക് വഴിയെ കാണാം.
ഇപ്പോൾ നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റി നോക്കിക്കോളൂ. നമ്മൾ അകത്തുനിന്നുള്ള വ്യൂ ആണ് നമ്മുടെ ക്യാമറയുടെ. നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ അതിൻ്റെ ഡിസ്പ്ലേ തന്നെ. ഇതിൽ തന്നെ സൗണ്ട് റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഈ 0 എന്ന് എഴുതിയിരിക്കുന്നതാണ് നമ്മളെ സ്പീഡോ മീറ്റർ കാണിക്കുന്നത് കേട്ടോ. മറ്റേത് നാവിഗേഷൻ്റെ ഇത് എല്ലാം കാണിക്കും. താഴെ തന്നെ പിന്നെ വൈഫൈ പാസ്വേഡ്, അത് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാനുള്ള സംഭവമാണ്. കൊല്യൂഷൻ ഡിറ്റക്റ്റഡ് എല്ലാം സംഭവമല്ല ഇതിലെല്ലാം കാണിക്കും. അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് സെറ്റ് ചെയ്യാം എത്രത്തോളം വേണമെന്ന്. ഒരു ഡോർ അടച്ചാൽ പോലും നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യും. അതായത് ഡോർ അടച്ചുള്ള സംഭവം എന്ന് വെച്ചാൽ അത് വണ്ടിയിൽ ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി കൈവച്ച്. അത് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ എടുക്കും. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. കുറച്ചൊന്നല്ല, നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ അഡാസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ ക്യാമറ എന്തായാലും നമ്മൾ വയ്ക്കുമ്പം നല്ലത് വയ്ക്കണം. അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. എന്തായാലും ബാക്കിയുള്ളത് നമുക്ക് വഴിയെ നോക്കാം. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തത് ഒരു ക്ലോത്ത്. ഇത് നല്ല സെറ്റ് സാധനമാണ്. നിങ്ങൾ ഇവിടെ നിന്ന് വരുമ്പോൾ ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് 600 GSM ഉള്ള ക്ലോത്താണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒരു 7-8 പ്രാവശ്യമായി ഇത് മേടിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം കളഞ്ഞു പോകും. കഴുകിയിട്ട് വണ്ടിയിലിടും, വണ്ടി എടുത്തുകൊണ്ട് പോകും, അത് എവിടെയെങ്കിലും പോകും. പിന്നെ ഇതൊരു നോർമൽ സാധനമാണ് ഇത് മേടിച്ചത്. ഇത് വേറെ ഒന്നുമല്ല, ഷാമ്പൂ എല്ലാം ഇട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലോത്ത്. ഇത് തുടച്ചെടുക്കാനുള്ളത്. പിന്നെ ഇത് ഷാമ്പൂ ഇടാൻ വേണ്ടി തന്നെ. ഇത് ബൈക്കിന് വേണ്ടി മേടിച്ചതാണ്. ഇതാകുമ്പോൾ കൈയൊക്കെ മുറിയത്തില്ല. ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഷാമ്പൂ വാഷ് ചെയ്യാം. ഇതും മേടിച്ച്. പിന്നെ മെമ്മറി കാർഡ് നമ്മൾ ഇതിനകത്ത് 64 ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതും ക്യാപ്സ് ലോക്കിൻ്റെ തന്നെ സെയിം സാധനമാണ്. അവരെ തന്നെ മെമ്മറി കാർഡ് ഇട്ട് ക്ലാസ് 10 ഇതിനു വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ളതാണ് സംഭവം. ഇതിൻ്റെ ബോക്സ് വരുന്നത് .4K എന്ന് ഉള്ളത്. ഇതെല്ലാം നല്ല പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നുള്ളത്. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ സൂപ്പറാണ് കേട്ടോ, പറയാതെ വയ്യ. ക്യാപ്സോക്ക് എന്നുള്ള ബ്രാൻഡ്. ഇതതിൻ്റെ വാറണ്ടി കാർഡും വരും. എന്തായാലും നമുക്ക് ബാക്കി നമ്മുടെ വിഷ്വൽസ് നോക്കാം ക്യാമറയുടെ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഫോണിൽ തന്നെ കാണാൻ പറ്റും. ആവശ്യമില്ലാത്തത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ആവശ്യമുള്ളത് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓട്ടം ക്യാൻസലായി. അത് ക്യാൻസലാക്കി. അത് കുഴപ്പമില്ല, അതെന്തായാലും എടുക്കാനും പറ്റില്ല. കാരണം നമ്മൾ തിരിച്ചാണ് പോകേണ്ടിയിരുന്നത്. നമ്മുടെ ക്യാമറയിൽ തന്നെ നല്ല സ്പീഡ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. എന്തായാലും CNG അടിക്കണം. ഇന്നലെ അടിച്ച CNG ആണ്. CNG ഓൾറെഡി തീർന്നു. 216 കിലോമീറ്ററായി. 250 ഓടത്തുള്ളൂ. ഇനി ഒരു 35 കിലോമീറ്റർ കൂടെ ഓടും. നമുക്ക് ജാക്കയിൽ പോയി CNG അടിച്ചിട്ട് നോക്കാം ഓട്ടം. നല്ല മഴയും തുടങ്ങി. വൈപ്പറും ഇനി നമ്മൾക്ക് അടുത്ത ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ മാറ്റിയതാണ്. അത് ഇവിടെ നിന്ന് ഒരു മാറ്റിയതാണ്. അത് ഏത് ബ്രാൻഡാണെന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും എനിക്കൊരു 9 മാസത്തോളം എനിക്കിത് കിടന്നു. അത് നല്ലപോലെ യൂസ് ചെയ്തു കേട്ടോ. നല്ല വെയിലും മഴയും എല്ലാം കൊണ്ട ഒരു വൈപ്പറാണ്. അതിൽ ഒരെണ്ണം മാത്രം ചെറിയ കംപ്ലൈൻ്റ് ആയി തുടങ്ങി. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ക്യാപ്സ് ലോക്കിൻ്റെ തന്നെ
വൈപ്പർ വരുന്നുണ്ട്. അത് കുറേ പ്രത്യേകതയുള്ള വൈപ്പറാണ്. അപ്പോൾ ആ സാധനം വന്നിട്ട് നമുക്ക് അതും കൂടെ മാറ്റി നമുക്ക് എന്താണ് ചെയ്യുക. എന്തായാലും ഈ സാധനം കിട്ടിയത് നല്ല സെറ്റ് സാധനം. ബാക്കി ഉപയോഗം എത്രയാണെന്ന് നോക്കിയിട്ട് ഉപയോഗം എങ്ങനെയുണ്ടെന്നുള്ള ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം, ഇതിൻ്റെ വിഷ്വൽസിൻ്റെ ക്വാളിറ്റി 4K എന്ന് പറഞ്ഞാൽ ചിലത് 4K എന്ന് പറഞ്ഞാലും 4K ക്വാളിറ്റി ഒന്നും കിട്ടത്തില്ല, പേരെന്നേ ഉള്ളൂ. പക്ഷേ ക്യാപ്സ് ലോക്കിൽ എനിക്ക് ഇത്രയും വിശ്വാസമുള്ളതെന്ന് വെച്ചാൽ ഈ ബ്രാൻഡ് സ്റ്റീരിയോയാണ് നമ്മൾ ചെയ്തത്, അതിൻ്റെ ക്വാളിറ്റി വെച്ചാണ് ബാക്കി നമ്മൾ വിലയിരുത്തുന്നത്. എന്തായാലും മോശമാവത്തില്ല, അടിപൊളി സാധനമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം LJയിൽ തന്നെ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ക്യാമറ വയ്ക്കുമ്പോൾ എപ്പോഴും നല്ലതൊരെണ്ണം വെക്കണം കേട്ടോ. ചില ക്യാമറയൊക്കെ വില കുറഞ്ഞത് നോക്കി എടുത്ത് നൈറ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് വിഷ്വൽസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. എന്തായാലും ഇപ്പോഴത്തെ വിഷ്വൽ ഞാൻ കണ്ടിട്ട് തന്നെ എൻ്റെ ഫോണിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ക്യാമറയിലും കിട്ടുന്നത് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. അത് നമുക്കിതിൽ തന്നെ കാണാൻ പറ്റും, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വണ്ടിയുടെ നമ്പറും കാര്യങ്ങളെല്ലാം എത്രത്തോളം കിട്ടുന്നതെന്ന് നമുക്ക് ബാക്കി ഇതിൻ്റെ ഔട്ട് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക. എന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നല്ലത് തന്നെ ചൂസ് ചെയ്യുക. നമുക്ക് എന്തായാലും സീൻ ചെറിയാണോ, ഫുള്ള് റെഡ് അടിച്ച് കിടപ്പുണ്ട്, ഓട്ടം മാത്രം വരുന്നില്ല. എന്തായാലും വെള്ളിയാഴ്ച ദിവസമായിട്ട് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഓടാം. നാട്ടിൽ പോകാനുള്ള ആൾക്കാരെല്ലാം കാണും, തിരക്ക്. നിങ്ങളൊരു വണ്ടി മേടിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡാഷ് ക്യാമറ. നിങ്ങൾ വേറെ ഏതെങ്കിലും കാശ് മുടക്കിയില്ലെങ്കിലും ക്യാമറയിൽ കുറച്ച് കാശ് മുടക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉപകാരപ്പെടും. കാരണം നമ്മുടെ പക്ഷം പറയാൻ വേണ്ടി ആരും വരത്തില്ല. ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവരോ ഒരു എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ആരും കൂടെ ഇരിക്കുന്നവരോ ഒന്നും പറഞ്ഞാൽ ആരുമില്ല. പക്ഷേ ഇതേ സമയം ഒരു ഡാഷ് ക്യാം ഇതേപോലെ നല്ലൊരു സാധനം, ഇതെന്നല്ല നല്ലൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും ഒരു വിലയാണ്. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഓടി മരിക്കും. വെളിയിലത്തെ CCTV തപ്പാൻ പോകണം, മറ്റത് തപ്പാൻ പോകണം, അത് ചോദിച്ചാൽ തരത്തില്ല, അങ്ങനത്തെ കാര്യമാണ് ഇതിൽ. ഇപ്പം മുടക്കുമ്പം ഇത് അത്യാവശ്യം. വണ്ടിയിൽ വേറെ നിങ്ങൾ ഇറക്കുന്ന സമയത്ത് വേറെ ഒന്നും വെച്ചില്ലെങ്കിൽ ഇത് നിർബന്ധമായിട്ടും വയ്ക്കണം നിങ്ങൾ. അത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ വണ്ടി ഉപയോഗിക്കുമ്പോൾ ഇത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഏത് സമയത്ത് എന്തും വേണമെങ്കിൽ സംഭവിക്കാം. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ റോഡ് കൾച്ചർ. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോഴാണെങ്കിൽ ഇത്തിരി കൂടിയിട്ടുണ്ട് പ്രശ്നങ്ങൾ. ഈ ഓട്ടോക്കാരന്മാരുടെ മെയിൻ പ്രശ്നം, പിന്നെ KSRTC, പിന്നെ ബൈക്കുകാരന്മാരെ പറയണമെങ്കിൽ എല്ലാവരെയും പറയണം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഈ ഓട്ടോക്കാരന്മാരാണ്. ഈ ഇടയിൽ കൊണ്ട് കുത്തിത്തിരുന്നതും പിന്നെ പ്രത്യേകിച്ചുള്ളത് ഇപ്പോഴത്തെ KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകൾ. അവന്മാർ ഓട്ടോയും ബൈക്കും കൊണ്ട് കുത്തിത്തിരുന്ന പോലെയാണ് കൊണ്ട് കയറ്റണത്. തട്ടിക്കഴിഞ്ഞാൽ അവന്മാരോട് സംസാരിക്കാൻ നിന്നാൽ പോലും അവന്മാർ കല്ല് പോലെ ആയിരിക്കും. അവന്മാരെ ഒരു മൈൻഡ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അപ്പം അതൊക്കെ നമുക്കിത് ഉപകാരപ്പെടും ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ. ഇത് ഞാൻ വെറുതെ കള്ളം പറയുന്നതല്ല കേട്ടോ. ഇത് വെറുതെ ക്യാമറ വെച്ചുകൊണ്ട് അതിനു വേണ്ടി ഞാൻ പറയുന്നതല്ല. ഇത് വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്ന്. അതേപോലെ റോഡ് ക്രോസ് ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ വയസ്സായവരാണ്, അവർക്ക് പിന്നെ നമുക്ക് പറയാം അവർ വയസ്സായില്ലേ അങ്ങനെയാണ്. അതേ സംഭവങ്ങൾ ഇപ്പം ചെറുപ്പക്കാരും, അതായത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും സെയിം സംഭവം. ഒരു സൈഡ് നോക്കി മാത്രം റോഡ് ക്രോസിങ്. പെണ്ണുങ്ങളാണെങ്കിൽ ഫോണിൽ സംസാരിച്ച് ഒരു സൈഡ്, ഫോണ് താഴെ ഇറക്കൂല, നമ്മൾ വേണമെങ്കിൽ ചവിട്ടി നിർത്തി കൊടുക്കണം. പ്രത്യേകിച്ച് ആ പഴവങ്ങാടി ഈസ്റ്റോട്ട് ഭാഗത്താണെങ്കിൽ ആ സിഗ്നലാണെങ്കിൽ കുറച്ച് സെക്കൻഡേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് അപ്പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ എടുത്ത് ചാടിത്തരും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമുക്കിത് ഉപകാരപ്പെടും. അപ്പോൾ വയ്ക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവം വയ്ക്കണം. അതേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം ഞാൻ എങ്ങനെയുണ്ടെന്ന് മഴയത്ത് ഭാഗ്യത്തിന് മഴ പെയ്ത് മഴയത്തുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. നോർമലായിട്ടുള്ള വിഷ്വൽ, പിന്നെ നമുക്ക് നൈറ്റ് വിഷ്വൽ അതെങ്ങനെയുണ്ട്. നൈറ്റാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യം. രാവിലെയൊക്കെ നമുക്ക് പിന്നെയും നമ്പർ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റും. രാത്രിയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വരില്ല. അപ്പോൾ ആ നൈറ്റൊക്കെ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്ന് എല്ലാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തായാലും കൊള്ളാം സംഭവം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നല്ല ഇനി ഇതൊന്ന് കുത്തിയിരുന്ന് പഠിക്കണം. എന്തായാലും വീഡിയോ അങ്ങ് ലോങ് ആക്കുന്നില്ല കേട്ടോ. ഇപ്പം തന്നെ ഓൾറെഡി ലോങ് ആയെന്നാണ് തോന്നുന്നത്.